ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്നത്തെ വീട്ടിലെ ചെറിയ കുറച്ച് വിശേഷങ്ങളാണ്. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് കരുതുന്നു. രാവിലെ മോന് സ്കൂളിൽ പോകാനായിട്ട് എല്ലാം റെഡിയായി. അവൻ്റെ ചോറും ടിഫിനൊക്കെ റെഡിയാക്കി കൊടുത്തു വിട്ടു. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് മുറ്റടിക്കലൊക്കെ ഉണ്ടായിരുന്നു. ബാക്ക് വശത്ത് അത്യാവശ്യം ഒന്ന് പുല്ലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ 2-3 ദിവസമായിട്ടൊക്കെ തന്നെ എല്ലാം റെഡിയാക്കി. പിന്നെ കുറച്ച് മരങ്ങളൊക്കെ ഇങ്ങനെ കാട് മെത്തി കിടക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഇന്നലെയൊക്കെ എല്ലാം വെട്ടിക്കളഞ്ഞൊക്കെ ഇട്ടൊക്കെയായിരുന്നു. അപ്പോൾ കുറേ അത്യാവശ്യം ബാക്കിൽ നന്നായിട്ട് അടിച്ചു വാരാനുള്ള പണിയുണ്ടായിരുന്നു. അതൊക്കെ ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ കുറച്ച് നമ്മുടെ കാന്താരി തൈയൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ഒന്ന് മണ്ണ് ഇടാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മണ്ണൊക്കെ ഇട്ട് കൊടുത്തു. ഇതിനിടയിലാണ് പിന്നെ ഓർത്തത് മോളുടെ കമ്മൽ ഒരെണ്ണം കളഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കമ്മൽ മീൻസ് കമ്മലല്ല, അതിൻ്റെ അടിഭാഗത്തുള്ള ആ ഒരു ഇതുണ്ടല്ലോ, ആണി പോലെയുള്ള അത് കളഞ്ഞു പോയി. അപ്പോൾ ആ കമ്മൽ ഒരു കാതിൽ കമ്മലിട്ടുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ ഇന്ന് പോയി കമ്മലൊക്കെ മേടിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇനി പോകാൻ. അപ്പോൾ ഇതേ നമ്മുടെ പുതുതായിട്ട് പണിയുന്ന പള്ളിയുടെ പണി ഇപ്പോൾ ഏകദേശം ഇത്രയൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ കവലയ്ക്കൊക്കെ പോയി ചെറിയൊരു കമ്മലൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. അത് മാറ്റി കൊടുത്തിട്ട് കുറച്ച് പൈസയും കൂടെ ഇട്ട് ചെറിയൊരു ഇങ്ങനെ സ്റ്റഡ് പോലെയുള്ള കുഞ്ഞ് ഒരു കമ്മൽ മേടിച്ചുകൊണ്ട് വന്നു കേട്ടോ. അതിനിട്ട് തിരിച്ചു വരുന്ന വഴി നമ്മുടെ കിളിമീനുണ്ടല്ലോ, കിളിമീൻ, അങ്ങനെ ഇതിനെന്താ പറയുക, ഇതിന് നഗരമീൻ, അങ്ങനെ പല പേരിലൊക്കെ പറയപ്പെടുന്നുണ്ട്. 1/2 കിലോ കിളിമീനാണ് മേടിച്ചത്. അപ്പോൾ അവരൊന്ന് ക്ലീൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കിലും നമ്മൾ വീട്ടിൽ വന്നിട്ട് കുറച്ചും കൂടെ അതിൻ്റെ ചെതമ്പലൊന്നും മറ്റും അത്രയ്ക്കും അങ്ങോട്ട് പോകത്തില്ല. എന്നാലും ബാക്കി കുറച്ചും കൂടെയുള്ള പണികളൊക്കെ ഞാൻ അങ്ങ് ചെയ്തു. വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? അപ്പോൾ അങ്ങനെ മോള് 2-3 ദിവസമായിട്ട് കണ്ണാടിയിൽ ഇങ്ങനെ നോക്കും. ഒരു ചെവിയിൽ മാത്രം കമ്മലുണ്ട്, ഒന്നിലില്ല. അപ്പോൾ സങ്കടം, വാപ്പി കമ്മലില്ല, ഈ സങ്കടമാണ്. അപ്പോൾ അങ്ങനെ സ്വർണ്ണത്തിലോട്ടൊന്നും തൊടാനേ പറ്റില്ല കേട്ടോ. എൻ്റെ പൊന്നു, എന്താ റേറ്റ്! 1 മില്ലി കയറിയാൽ കൂടി എന്താ വില, ഒരു രക്ഷയില്ല. കുറച്ച് ക്യാഷ് അങ്ങോട്ട് കൊടുത്തിട്ടാണ് പിന്നെ ആ ഒരു ചെറിയ സ്റ്റഡ് എടുത്തത്. അങ്ങനെ പോയി വന്ന് ഞങ്ങൾ കമ്മൽ അവിടെ നിന്ന് തന്നെ കമ്മൽ 2 ഇടിപ്പിച്ചിട്ടാണ് കൊണ്ടുവന്നത്. ഇനി ഇവിടെ വന്നിട്ട് അവൾ സമ്മതിച്ചില്ലെങ്കിലോ എന്നൊക്കെ കരുതിയിട്ട്. അങ്ങനെ നമ്മുടെ മീൻ ക്ലീനിങ് ഒക്കെ ഏകദേശം അങ്ങോട്ട് കഴിഞ്ഞു. അതിൽ നിന്ന് ഒരു 2-3 മീനെടുത്ത് വറുക്കാൻ വെച്ചു. ബാക്കിയൊക്കെ ഞാൻ മുളക് ചാറ് വയ്ക്കാമെന്നാണ്. പച്ചക്കറി ഒന്നും എടുക്കാൻ ഞാൻ നിന്നില്ല. കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ തന്നെ ഏകദേശം 1:30 കഴിഞ്ഞു. അപ്പോൾ ഇക്കാനും വിശൻക്കാ കുടൽ കരിയണു എന്നൊക്കെ അവിടെ പറഞ്ഞിരിപ്പുണ്ട്. അങ്ങനെ മീൻ പെട്ടെന്നെല്ലാം വൃത്തിയാക്കി ആക്കി ഉപ്പിട്ടൊക്കെ ഒന്ന് കഴുകിയെടുത്ത് എല്ലാം ക്ലീൻ ചെയ്തൊക്കെ എടുത്തു. അപ്പോൾ മുളക് ചേരാകുമ്പോൾ പിന്നെ വെക്കാൻ വലിയ താമസമൊന്നുമില്ലല്ലോ. കുറച്ച് മാങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ട് കുറേ ദിവസമായിട്ട് ഒരു അച്ചാറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, നല്ല പച്ചമാങ്ങ. പക്ഷെ അത് ഫ്രിഡ്ജിനകത്ത് വെച്ച് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 8 ദിവസം, ഒരാഴ്ച കൂടുതൽ എന്തായാലും ആവും. അപ്പോൾ ആ അച്ചാറും കൂടെ ഇന്ന് ഉണ്ടാക്കാമെന്ന് വെച്ചു. ഇക്കാര്യം ഞാൻ വറുത്ത് എന്തായാലും കൊടുക്കില്ല. കാര്യം വെച്ചാൽ ഫാറ്റി ലിവറൊക്കെ കൊളസ്ട്രോളൊക്കെ അത്യാവശ്യം കയറി നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഉച്ച ഊണിൻ്റെ ഒരു ചെറിയ തയ്യാറെടുപ്പാണ്. മീൻ വറുക്കാനുള്ളത് എടുത്തു വെച്ചിട്ടുണ്ട്. ആദ്യം 2 എടുത്തോളൂ, ഞാൻ പിന്നെ ഒരെണ്ണം കൂടെ എടുത്തോളൂ. കാരണം എന്ന് വെച്ചാൽ ഇന്ന് മോനുമോക്കുള്ള ഓരോന്നും എടുത്തോളൂ. പക്ഷേ നാളെ അവന് സ്കൂളിൽ കൊണ്ടുപോകാനും കൂടെ ഒരെണ്ണം എടുത്ത് വെക്കണമല്ലോ. ഞാൻ ആ കാര്യം മറന്നുപോയി. അങ്ങനെ വറുക്കാനുള്ളയും കറി വയ്ക്കാനുള്ളൊക്കെയുള്ള മീൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ബീട്രൂട്ട് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ, തോരൻ വെക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇപ്പോൾ ഇത്രയും സമയമായില്ലേ, ഇനി അതിന് വൈകി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇത്രയും ടൈമായി എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഉച്ചയെടുക്കുക വിശക്കണമെന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ പിന്നെ അതുകൊണ്ടാണ് ഞാൻ പിന്നെ പച്ചക്കറിയിലോട്ട് അധികം പോകാഞ്ഞത്. മീൻ കറി വയ്ക്കാനും പിന്നെ ഒരുപാട് കറിയും മറ്റൊന്നും വേണ്ട, ഒരു കറി മതിയാണല്ലോ. കറി ഉള്ളത് നല്ല കറി ആയിരിക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ അതേ ഒരു മീനും കൂടെ ചെയ്ത് അങ്ങനെ മൊത്തം 3 മീനെടുത്ത് വറുക്കാനൊക്കെ ആയിട്ട് റെഡിയാക്കി. ഇന്ന് എന്താണ് നിങ്ങളുടെ ഉച്ചയൂണ് വിശേഷങ്ങളൊക്കെ? എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടോ? അപ്പോൾ കുറേ ദിവസമായി നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് പോലെയൊക്കെ ഇട്ടിട്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, കമൻറ്റ് എല്ലാവരും ഇടണം കേട്ടോ. വേറെ എന്തൊക്കെയാണ്? പിന്നെ നമ്മുടെ ലൈവ് എല്ലാ ദിവസവും രാത്രി 10 മണിക്കാണ്. എൻ്റെ മുത്തുമണികളൊക്കെ വന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എല്ലാവരുടെയും സപ്പോർട്ട് നമുക്ക് വേണം. നമ്മുടെ ചാനൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകേണ്ടത് നിങ്ങളുടെയും കൂടെ സപ്പോർട്ടോടു കൂടെയാണ്. അങ്ങനെ എന്തെങ്കിലും നമ്മുടെ മുളക് ചാറിലേക്കുള്ള തയ്യാറെടുപ്പാണ്. കുറച്ച് ചെറുള്ളിയും ഇഞ്ചി ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെളുത്തുള്ളിയും പച്ചമുളക് തക്കാളി ഇത്ര എടുത്തോളൂ. കുടംപുളി കഴുകിയെടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട്.
വേറെ എന്തൊക്കെയാണ് ഇന്നിപ്പോൾ കുറച്ചും കൂടെയൊക്കെ സംഭവങ്ങളൊക്കെ ഉൾപ്പെടുത്താമായിരുന്നു. പക്ഷെ ഞാൻ പിന്നെ ഉച്ചത്തെ മാത്രം വിശേഷങ്ങളായിട്ട് ചെറിയൊരു വീഡിയോ പോലെ ഇട്ടു എന്നേ ഉള്ളൂ, അല്ലാണ്ട് വേറൊന്നുമില്ല. വേറെന്തൊക്കെയാണ് വിശേഷങ്ങൾ? പറയൂ, നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണ്? കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കുക. നമ്മൾ ലൈവിൽ വരുമ്പോൾ എല്ലാ ദിവസവും നമ്മുടെ വിശേഷങ്ങളൊക്കെ പങ്കിടാറുണ്ട്. എല്ലാവരും നമ്മുടെ ലൈവ് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. രാത്രി 10 മണിക്കാണ്. വേറെ എന്തൊക്കെയാണ്? അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കണു കാര്യങ്ങളൊക്കെ. കുറേ പണിയുണ്ട് കേട്ടോ. നമ്മൾ ഈ ചാനലിൻ്റെ കാര്യങ്ങൾ കുറേ കൂടെ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിലും വീട്ടിലെ പണിയും നമ്മുടെ ചാനലിൻ്റെ പണിയും പിന്നെ മോളെ കാര്യങ്ങളും കൂടെ നോക്കണ്ടേ. ആകെ നോക്കുമ്പോൾ മൊത്തത്തിലൊരു പണിയാണ്, ഒന്നിനും ഒരു ടൈം അങ്ങോട്ട് കിട്ടുന്നില്ല. അങ്ങനെയൊക്കെ ഇരിക്കുകയാണ്. വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? പറയൂ. അപ്പോൾ അങ്ങനെ നമ്മുടെ കിളിമീനെ മുളക് ചാറ് വയ്ക്കുന്നതിനൊക്കെയുള്ള തയ്യാറെടുപ്പുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മോന് ഇന്നലെ ചിക്കൻ വേണമെന്ന് പറഞ്ഞിരുന്നു. പിന്നെ ചിക്കൻ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ചിക്കനൊക്കെ വറുക്കാൻ ഇരിപ്പുണ്ട്. എങ്കിലും ഇടയ്ക്കും നമ്മുടെ മീൻ കറിയുടെ ഒരു ടേസ്റ്റ് എന്ന് പറയുമ്പോൾ അത് വേറെയുണ്ട് അല്ലേ. മീൻ കറിയൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് അതിൻ്റേതായ രീതിയിൽ ചോറ് കഴിക്കുമ്പോൾ അത് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. വേറെ എന്തൊക്കെ കറികളുണ്ടെന്ന് പറഞ്ഞാലും എനിക്കങ്ങനെ കേട്ടോ. നമ്മുടെ മീൻകറി ചോറും കഴിക്കുന്ന അത്രയും ഒരു ടേസ്റ്റ് വേറൊരു കറി കഴിച്ചാലും വേറൊരു കറിയോടുകൂടെ ചോറ് കഴിച്ചാലും എനിക്കാവത്തില്ല. അപ്പോൾ ഇതേ നമ്മുടെ മീൻകറി ഇനി നമുക്ക് ചട്ടിയൊക്കെ കഴിക്കുന്നത് നമ്മൾ സ്റ്റൗവിലോട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് ചൂടായി വരണം. സത്യം പറഞ്ഞാൽ നമുക്ക് തേങ്ങ അരച്ച് കറി വെക്കുന്നതും മുളക് ചാറ് വെക്കുന്നതും രണ്ട് ജോലിയാണ് അല്ലേ. തേങ്ങ അരച്ച് വെക്കുക എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള പണിയുണ്ട്. ഇത് മുളക് ചാറ് വെക്കുക എന്ന് പറയുമ്പം വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് കഴിയും അല്ലേ. നമുക്ക് സമയമില്ലാത്ത സമയത്തൊക്കെ ഇപ്പോൾ ഈ എളുപ്പ പണികളൊക്കെയാണ് നല്ലത്. പിന്നെ ഇവിടെ ആണെങ്കിലും തേങ്ങ അധികം ചേർക്കണ ഇഷ്ടമില്ല, മുളക് ചാറൊക്കെയാണ്. കിളിമീൻ അല്ലെങ്കിൽ മുളക് ചാറ് വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ, അത് പറയാണ്ടിരിക്കാൻ പറ്റത്തില്ല. പിന്നെ നമ്മളെപ്പോഴും ഈ മീൻ കറി ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ, മുളക് ചാറ് വെക്കുമ്പോൾ ഈ നമ്മൾ ഇടുന്ന ഉള്ളി തക്കാളി ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ നന്നായിട്ട് വാടി വരണം കേട്ടോ. നന്നായിട്ട് വാടി വന്നാലേ കറിക്ക് അതിൻ്റേതായ ഒരു കൊഴുപ്പ് വരത്തുള്ളൂ, നല്ല ആ ഒരു ടേസ്റ്റ് കയറി കറിക്ക് വരത്തുള്ളൂ. അപ്പോൾ അതെപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. വേറെ എന്താണ്? അപ്പോൾ അങ്ങനെ നമ്മുടെ മീൻകറി അവിടെ തയ്യാറാവുന്ന സമയത്ത് ഇപ്പോഴത്തെ നമുക്ക് നല്ല മാങ്ങ അച്ചാറും കൂടെ ഉണ്ടാക്കണം. മാങ്ങ അച്ചാർ ഏകദേശം ഉലുവപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ട് നല്ല കാന്താരിയൊക്കെ ഇട്ട് ഒരു 8 ദിവസം ഇങ്ങനെ ഉപ്പൊക്കെ പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ഒരു ടേസ്റ്റ്, വെറുതെ ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇനിയൊന്ന് കടുതാളിച്ചെടുക്കുക എന്നുള്ള ജോലി മാത്രമേ ഉള്ളൂ. അതിൻ്റെ പൊടികളും ഉലുവപ്പൊടിയും കായപ്പൊടിയും ഒക്കെ ചേർത്താണ് ഈ മാങ്ങ വെച്ചിരിക്കുന്നത് കേട്ടോ. ഞാൻ ഉപ്പിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് അങ്ങനെയാണ്. പ്രത്യേകിച്ച് ഇനി പൊടിയും മുളക് പൊടിയും മാത്രം സത്യം പറഞ്ഞാൽ ചേർത്താൽ മതി, ബാക്കിയെല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പം നല്ലെണ്ണ ഇല്ല, ഞാൻ പിന്നെ തൽക്കാലം വെളിച്ചെണ്ണയിൽ. കാര്യം എന്ന് വെച്ചാൽ ഒത്തിരി നാളൊന്നും വെക്കില്ല, ഇവിടെ മാങ്ങയിച്ചറൊക്കെ പെട്ടെന്ന് തീരും. അപ്പോൾ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ടാക്കിയ നല്ലെണ്ണയിൽ വെക്കുമ്പോൾ അതിൻ്റേതായ ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ എണ്ണയൊക്കെ ഒഴിച്ച് മാങ്ങയിച്ചറിന് നല്ല രീതിയിൽ കടു പൊട്ടണം കേട്ടോ. നന്നായിട്ട് കടു താളിച്ച് വേണം എടുക്കേണ്ടത്. അപ്പോൾ കറിവേപ്പിലയും കടുകൊക്കെ ഇട്ട് നന്നായിട്ട് ഇതേ കടുക് താളിച്ചെടുക്കുന്നുണ്ട്. ഇതിൽ ഞാൻ ഇനി ചേർക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ വെളുത്തുള്ളിയും ഒരു 1-2 പച്ചമുളകും മാത്രമേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് പിന്നെ അച്ചാറ് പൊടി 1 ടീസ്പൂൺ അത്രേ ഇട്ടുള്ളൂ. പിന്നെ മുളക് പൊടി, ബാക്കി നമ്മുടെ പൊടികളൊക്കെ ഓൾറെഡി ചേർത്തൊക്കെയാണ്, ഇനി പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഏകദേശം അവിടെ മീൻകറി, അതിൻ്റെ കൂടെ തന്നെ മുളക് ചാറിന് പിന്നെ ഒത്തിരി ഇതിൻ്റെ ആവശ്യമില്ലല്ലോ. പിന്നെ കിളിമീൻ ആയതുകൊണ്ട് പെട്ടെന്ന് വെന്തോളും. കാരണം സാധാ മീനിൻ്റെ അത്രയും വേവില്ലല്ലോ കിളിമീൻ. പെട്ടെന്ന് നല്ല സോഫ്റ്റായിട്ടുള്ള മീനല്ലേ, അപ്പോൾ പെട്ടെന്ന് തന്നെ വെന്തോളും. അങ്ങനെ മീൻകറി ഇപ്പോൾ ഏകദേശം മണി 2:30-2:45 ഞാൻ ഈ വീഡിയോയും കൂടെ പിടിച്ച് കറികളുണ്ടാക്കുന്നതുകൊണ്ട് അതിൻ്റേതായ താമസം ഉണ്ടായിരുന്നു. എന്നാൽ ഈ ഒന്നും മിണ്ടില്ല, കുറേ നേരം ഫോണിൽ കുത്തിയൊക്കെ അങ്ങനെ കളിച്ചു, 3 മിനിറ്റൊക്കെ കളിച്ച് അങ്ങനെ സെറ്റിൽ കിടന്നതുകൊണ്ട്
ആൾ പിന്നെ പ്രത്യേകിച്ചായിട്ടൊന്നും പറഞ്ഞില്ല. അപ്പോൾ അങ്ങനെ നമ്മുടെ അച്ചാറിൻ്റെ പരിപാടികൾ അതിൻ്റെ കൂടെ നടക്കുന്നുണ്ട് അടിപൊളിയായിട്ട്. അങ്ങനെ നമ്മുടെ മീൻകറിയുടെ മുളക് ചാറ് നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ ഉപ്പും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ട്. എന്നിട്ട് ഏകദേശം ലാസ്റ്റ് ആയപ്പോൾ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി ഒരുപാട് ഇട്ട് തിളയ്ക്കേണ്ട, കാരണം കിളിമീനാകുമ്പോൾ നമുക്കറിയാമല്ലോ അത് ഏകദേശം ആയിക്കോളും. പിന്നെ നിങ്ങൾ അച്ചാറുണ്ടാക്കുന്ന ഈ രീതിയൊന്നും ആയിരിക്കില്ല. അപ്പോൾ ഇത് ഒരു പ്രത്യേക എളുപ്പ രീതിയിൽ തയ്യാറാക്കുന്ന ഒരു അച്ചാറാണ് കേട്ടോ. ഞാൻ ഒന്ന് രണ്ട് രീതിയിലൊക്കെ വെക്കാറുണ്ട്. ചാറ് കുറച്ച് വെക്കാറുണ്ട്, മാങ്ങ പെരട്ട് വെക്കാറുണ്ട്. ഇതിപ്പോൾ ചുമ്മാ ചാറായിട്ട് കറിയൊന്നും ഇല്ലാത്തപ്പോൾ നമുക്കൊരു മാങ്ങ അച്ചാറായിട്ട് എടുക്കണമല്ലോ. പിന്നെ തീ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ചൂടിന് തന്നെ നമ്മൾ മാങ്ങ അങ്ങോട്ട് ഇട്ടെടുക്കുന്നുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഒന്ന് ചൂടാക്കി എടുക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ കുറച്ച് മുളക് പൊടിയുടെയും കൂടെ ഒരു കുറവുള്ളതുകൊണ്ട് ഞാനൊരു ഇച്ചിരി മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്തു. അങ്ങനെ ഇന്നത്തെ നമ്മുടെ വളരെ പെട്ടെന്ന് എളുപ്പത്തിന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ലഞ്ചാണ്. വളരെ സംഭവം പോലെയൊക്കെയാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ, കാര്യമായിട്ടൊന്നുമില്ല എന്ന് എനിക്ക് തന്നെ അറിയാം. എങ്കിലും ഇന്നത്തെ ഉച്ചയൂണിൻ്റെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ഒരാൾ ചോറ് താട്ടേന്നും പറഞ്ഞ് ഇങ്ങനെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വാപ്പീനെ വിളിച്ചുകൊണ്ട് കഴിഞ്ഞപ്പോൾ അവൾ റെഡിയായിട്ട് നിൽക്കുക, പുതിയ കുഞ്ഞ് കമ്മലൊക്കെ ഇട്ടിട്ട് ചുന്ദരിയായിട്ട് ഇരിക്കുക കേട്ടോ. ഇവിടെ വാപ്പീനെ വിളിച്ച് ഞാൻ മടുത്തു, വിശക്കണമെന്ന് പറഞ്ഞ ആളാണ്. ചോറെല്ലാം ഇട്ട് കൊണ്ടുവച്ചപ്പോൾ പിന്നെ എണീക്കൂല. അങ്ങനെ പിന്നെ ലാസ്റ്റ് എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളെല്ലാം കഴിഞ്ഞു. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ.